എൻ്റെ പേര് മഞ്ജു. ഞങ്ങൾ കോട്ടയം കുറുപ്പന്തറയിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ ഈശോയിലോട് നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾ ഈ കഴിഞ്ഞ നവംബർ ഒക്ടോബർ മാസങ്ങളിൽ നടന്ന BSc നഴ്സിംഗ് എക്സാം പാസ്സായതിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടി അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവിടെ വന്നത്. ഞങ്ങൾ ഈ 31 ഒക്ടോബർ 31, നവംബർ 3, 5 ദിവസങ്ങളിലായിരുന്നു ഞങ്ങളുടെ BSc നഴ്സിംഗ് എക്സാം. ഞങ്ങളുടെ ലാസ്റ്റ് ഇയറും ഞങ്ങളുടെ എല്ലാം ഈ എക്സാമിലായതുകൊണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എങ്ങനെയെങ്കിലും ഇത് പാസ്സായി എടുക്കണം. കാരണം തേർഡ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ ഞങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് പഠിക്കണം, കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എക്സാം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഞങ്ങൾ പഠിക്കാനിരുന്നു. നല്ല രീതിയിൽ ഞങ്ങൾ പഠിക്കാനിരുന്നു, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തു. ഞങ്ങൾക്ക് ശരിക്കും ഫുഡ് ഒന്നും കഴിക്കുന്ന പോലും ഞങ്ങൾ കുറച്ചിട്ട് ഞങ്ങൾ നന്നായിട്ട് പഠിക്കുകയും പുസ്തകം മുഴുവൻ ഞങ്ങൾ കവർ ചെയ്ത് പഠിച്ചു, നല്ല രീതിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ എക്സാമിന് മുമ്പ് ഞങ്ങൾ സെപ്റ്റംബറിലാണ് ഞങ്ങൾ ഇവിടെ ക്യാൻഡിലൈറ്റ് പ്രയർ റിക്വസ്റ്റ് എടുത്തത്. ഞങ്ങളതിനകത്ത് ഞങ്ങളുടെ ആദ്യത്തെ നിയോഗമായിട്ട് ഞങ്ങളുടെ എക്സാമിൻ്റെ ഇതാണ് വെച്ചത്. ഞങ്ങൾ എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ചെല്ലുകയും ഞങ്ങളെക്കൊണ്ട് അവിടെ ഞങ്ങൾ കർണാടകയിലാണ് പഠിച്ചത്. അപ്പം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ഉടമ്പടിയുടെ നിയമങ്ങളൊക്കെ പാലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മറ്റു കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും ഞങ്ങൾ സാക്ഷ്യം കാണുമായിരുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ചിലതൊന്നും പഠിച്ചിട്ട് ഓർമ്മയും നിൽക്കുന്നില്ല, മറന്നു പോകുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. ചിലപ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം, പിന്നെ ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്നൊക്കെ. അപ്പം ഞങ്ങളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് ടെൻഷൻ കൂടുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഇവിടുത്തെ സാക്ഷി ഇരുന്ന് കാണും, അതുപോലെ ആരാധന കൂടും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് കിട്ടും, നമ്മളെ കൊണ്ട് പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സാക്ഷ്യങ്ങളിട്ട് കണ്ടിട്ടാണ് പരീക്ഷ. അതായത് ഞങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഫോണിൽ സാക്ഷ്യം ഇടും, എന്നിട്ട് ഞങ്ങളത് സാക്ഷ്യം കൂടും. അതുപോലെ ഞങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ ആദ്യം ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ആ തൈലം ഞങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഞങ്ങൾ കുരിശ് വരച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം എക്സാമിന് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി വസ്തുക്കൾ തേന് തൈലമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയത്. അതുപോലെ ഞങ്ങളൊരു സാക്ഷ്യത്തെ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, ഉപ്പ് എക്സാം സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു സാക്ഷ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ് ഞങ്ങളെല്ലാവരും ഒരു കവറിനകത്താക്കി കൊണ്ടുപോയിട്ട് ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, അമ്മേ ഞങ്ങളെ ഇനി ഈ ഒരു പരീക്ഷ 4th ഇയറിൻ്റെ BSc നഴ്സിംഗ് എക്സാം എഴുതാൻ ഞങ്ങളെ അനുവദിച്ചേക്കരുതേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ചവിട്ടാത്ത ഒരു മരത്തിൻ്റെ തണലിൽ കൊണ്ടുപോയിട്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് തന്നെ. അപ്പം ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഉപ്പിട്ടു. പരീക്ഷ ഹാളിൽ കയറുന്നതിന് മുമ്പാണേലും ഞങ്ങൾ കൈ പിടിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രതീക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞങ്ങൾ ചെല്ലും. അതുപോലെ ഞങ്ങൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരും ഓൾ ദ ബെസ്റ്റ് പറയുമ്പോൾ ഞങ്ങൾ വചനം പറയുമായിരുന്നു. ശക്തനും ധീരനുമായിരിക്കാൻ നിൻ്റെ ദൈവമായ കർത്താവ്, നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെയുണ്ട് എന്നുള്ള വചനം ഞങ്ങൾ അത് പറഞ്ഞ് വിഷ് ചെയ്തിട്ടായിരുന്നു പരീക്ഷ ഹാളിലേക്ക് കയറുന്നത്. പരീക്ഷ ഹാളിൽ കയറി കഴിയുമ്പോൾ ഞങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഞങ്ങളുടെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. കാശുരൂപം എല്ലാ പേജിലും വെച്ച് കുരിശ് വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാർക്ക് ഇടുന്നിടത്തും 3 വാല്യുവേഷനാണ് നടക്കുന്നത്. അപ്പം 3 വാല്യുവേഷൻ നടക്കുന്നിടത്തും കാശുരൂപം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പം ഞങ്ങൾക്ക് കരയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അത്രയ്ക്കും നന്നായിട്ട് ഞങ്ങളിരുന്ന് പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റില്ല. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നോക്കിയാൽ എല്ലാവരും ഇരുന്ന് കരയുന്നതാണ്. സാറുമാരൊക്കെ അവരും ആകെ സങ്കടത്തിൽ എങ്ങനെ ഈ പിള്ളേർ പരീക്ഷ എഴുതുമെന്ന്. കാരണം അതുപോലെ ടഫായിരുന്നു. ഞങ്ങൾ പഠിച്ചതിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ നോക്കി എന്നാ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇരുന്ന് കരച്ചില്ല. പക്ഷേ 1 തൊട്ട് 19 വരെ ക്വസ്റ്റ്യൻസിൽ ശരിക്കും 2 മാർക്കൊന്നും അറ്റൻഡ് ചെയ്തില്ല ഞങ്ങൾ പാസ്സാവത്തില്ല. 2 മാർക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് വിചാരിക്കാം നമ്മൾ തോറ്റു, നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഞങ്ങളതൊന്നും അറ്റൻഡ് ചെയ്ത്, കാരണം ഒന്നും അറിയത്തില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ എക്സാം പേപ്പർ അധ്യാപകരെ കൊടുക്കുമ്പോൾ ആണെങ്കിലും ഞങ്ങൾ കുരിശ് വരച്ചിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അതിന് മുമ്പ് ഞങ്ങൾ പരീക്ഷയ്ക്ക് കയറുമ്പം ടീച്ചേഴ്സിനോട്
ഈ മാതാവിനോട് പ്രാർത്ഥിക്കുക, അമ്മ ഞങ്ങൾക്ക് സമയം ക്രമീകരിച്ച് തരണം, കാരണം 2 മണിക്കൂറിൻ്റെ പരീക്ഷയിൽ ഞങ്ങൾക്ക് സമയം ക്രമീകരിച്ച് തരണം, അതിനുള്ള എല്ലാ ആൻസറും എഴുതി തീരാൻ വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാം പേപ്പർ കൊടുക്കുമ്പോഴാണേലും പ്രാർത്ഥിച്ച് ഞങ്ങൾ കൊടുത്തു. പിന്നെ എക്സാം കഴിഞ്ഞ് ഞങ്ങൾ സ്ഥിരം സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. സാക്ഷ്യങ്ങൾ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഭയങ്കര ആത്മധൈര്യമായിരുന്നു, ഞങ്ങൾ പാസ്സാവും, അമ്മ നമുക്ക് തരും, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് അമ്മ തരുമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. അങ്ങനെ ഞങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ അവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ പോകുന്നു. പക്ഷെ അന്ന് റിസൾട്ട് അറിഞ്ഞില്ല. ഞങ്ങളുടെ പ്രാക്ടിക്കൽ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ് പോകുന്നത്. അപ്പം ഈ കഴിഞ്ഞ നവംബർ 24-ാം തീയതി ഞങ്ങൾ നാട്ടിൽ വന്നു. 25-ാം തീയതി ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന 11 പേരല്ല, 7 പേരല്ല 11 പേര് കൂടി ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾക്കപ്പോൾ ആഗ്രഹം ഇവിടെ ഇരുന്ന് അമ്മയുടെ അടുത്തിരുന്ന് റിസൾട്ട് നോക്കണം എന്നായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. അപ്പം ഞങ്ങൾ ഇവിടെ കടക്കാൻ വേണ്ടി വല്ലതുകൊണ്ടെന്ന് വെച്ച് ഇവിടെ കടന്നു. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഞങ്ങളോട് ഇവിടെ കണ്ടവരൊക്കെ പറഞ്ഞു, നിങ്ങൾ പാസ്സാവും, ഉറപ്പാണ് നിങ്ങൾ പാസ്സാവുമെന്ന്. പുറത്തൊരു ചേച്ചിയാണെങ്കിലൊക്കെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പാസ്സാവും, ഉറപ്പാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ പാസ്സാവുമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങളിവിടെ കടന്നു. അന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് വന്നായിരുന്നു, ഇന്ന് BSc നേഴ്സിങ്ങിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങൾ ഉടമ്പടി എടുക്കണം എന്നൊന്നും ഇല്ല, കാരണം ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്നോർത്ത് ഉടമ്പടി എടുക്കണം എന്നോർത്തില്ല. ജസ്റ്റ് വന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ മുമ്പിൽ ഇരുന്ന് റിസൾട്ട് കണ്ട് അമ്മയോട് അപ്പം തന്നെ നന്ദി പറഞ്ഞ് പോകാമെന്ന് ഓർത്താണ് ഞങ്ങൾ വന്നത്. അപ്പം ഞങ്ങളിവിടെ കോൺവെൻറ്റിൽ താമസിച്ച് അന്ന് രാത്രിയിൽ അവർ റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് ആദ്യം സൈറ്റിലിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ഇട്ടു, സൈറ്റ് ബ്ലോക്കാണ്, അതുകൊണ്ട് ഇന്ന് റിസൾട്ട് ഇടത്തില്ല, അതുകൊണ്ട് സ്റ്റുഡൻസ് ആരും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ സൈറ്റിലിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം, അയ്യോ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് റിസൾട്ട് അമ്മയുടെ അടുത്ത് വെച്ച് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളിവിടെ, അപ്പം ഞങ്ങൾ ഓർത്ത് എന്തായാലും ഉടമ്പടി എടുത്തേക്കാം, നമുക്കെല്ലാവർക്കും ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 11 പേരും ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, നീ നോക്കിക്കോ, നമ്മളെ ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടിയ മാതാവ് ഈ റിസൾട്ട് ലേറ്റാക്കി വെച്ചേക്കുന്നതെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി എടുത്തു, ഇവിടെ മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച്. അപ്പം ഞങ്ങളിവിടെ വരുമ്പോഴെല്ലാം ഞങ്ങളുടെ റിസൾട്ട് വരുന്നതിൻ്റെ സൈറ്റാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ മുതൽ ഇവിടെ ഇരുന്നപ്പോഴൊക്കെ ആണെങ്കിലും ഞങ്ങൾ ഓൺലൈൻ റിസൾട്ട് വരുന്ന സൈറ്റും പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. അതിന് ഞങ്ങൾ ഇവിടുന്ന് പോയി ബസ്സിൽ ഇരുന്നപ്പോഴത്തേന് ഞങ്ങളുടെ റിസൾട്ട് വന്നു. സാധാരണ വൈകിട്ടുകളിലാണ് റിസൾട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടുകാരോട് പറഞ്ഞായിരുന്നു, ഞങ്ങൾ റിസൾട്ട് അറിഞ്ഞിട്ടാണ് ഇനി വരണേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ബസ്സിൽ ഇരുന്ന് റിസൾട്ട് വന്നു. ഒരു 3:45 കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു. ഞങ്ങൾ ഇവിടെ വന്ന 11 പേരും ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ പാസ്സായെന്ന്, ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഫസ്റ്റ് ക്ലാസ്സിന് പോയിട്ട് പാസ്സാകാൻ പോലും ഞങ്ങൾക്ക് യോഗ്യതയില്ലായിരുന്നു. കാരണം അതുപോലെ അതിനകത്തൊന്നും എഴുതിയിട്ടില്ലെന്ന് അത്രയ്ക്ക് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പരിശുദ്ധ അമ്മ ഈശോ വഴി ഞങ്ങൾക്ക് നേടിത്തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനുകോടി ചക്കര ഉമ്മ നൽകുന്നു.